12:50 ഞാൻ വെള്ളങ്ങാട് അങ്ങാടിയിൽ കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ അതിഭീകരമായിരുന്നു. കുത്തൊഴുക്കിൽ മരങ്ങളൊക്കെ കടപുഴകി വന്ന കാഴ്ചയാണ് ഇതൊക്കെ. നിറയെ മരങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. ഇതൊക്കെ ഒഴുകി വന്നതാണ്. ഭയങ്കരമായ രീതിയിൽ മലവെള്ളം. പപ്പായുടെ മമ്മിയോടൊക്കെ വിളിച്ചു പറഞ്ഞ് അവർ മുറ്റത്തിറങ്ങിയപ്പം മുറ്റത്തൊക്കെ വെള്ളം വന്നു. അവർ മുറ്റത്ത് ഓടി അപ്പുറത്തെ വീട്ടിൽ വരെ ചെന്നു. അപ്പുറത്തെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും നടക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം. മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ പ്രവർത്തിക്കും. അതാണ് ഈ കേരളം. അവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കാറില്ല, മതം നോക്കാറില്ല. കേരളം ഒറ്റക്കെട്ടാണ്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. വടകരയിൽ നിന്നും 58 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളും ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് വീഡിയോ എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മളങ്ങനെ നാദാപുരത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് തെറ്റിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. വലത്തോട്ട് പോവാം. കല്ലാച്ചി എന്ന സ്ഥലത്തുനിന്ന് ഭൂമിവാതുക്കൽ അങ്ങാടിയാണിത്. വിലങ്ങാട് ഭൂമിവാതുക്കൽ നരിപ്പറ്റ. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് എന്ന സ്ഥലത്താണ്. ഏകദേശം 9ഓളം ഉരുൾപൊട്ടൽ നേരിട്ട ഒരു സ്ഥലമാണ് ഈ വിലങ്ങാട് എന്ന് പറയുന്നത്. നമുക്ക് കാണാം ഇവിടെ അതിൻ്റെ ബാക്കി പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുഴ ഒന്നുകൂടെ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വെള്ളം കുത്തിയൊലിച്ച് വരുന്നുണ്ട്. ഇപ്പം മഴയൊന്നുമില്ലെങ്കിലും ഈ ഒരു പുഴയാണ് കരകവിഞ്ഞൊഴുങ്ങി വിലങ്ങാട് ടൗണിലൊക്കെ നിറയെ വെള്ളം കയറിയ ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ബസ് സ്റ്റോപ്പൊക്കെ ഏകദേശം തകർന്നു നിൽക്കുന്ന ഈ ഒരു രംഗം. ഉരുൾപൊട്ടിയതിൻ്റെ ബാക്കി സാക്ഷ്യപത്രങ്ങളാണ് ഇവിടെ കാണുന്നത്. മരങ്ങളൊക്കെ കടപുഴകി വീണ് ഉരുളൻ കല്ലുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഇത് റോഡാണ്. ഇതിലൂടെയായിരുന്നു വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് കാണാം ഇവിടെ ഒരു പെട്രോൾ പമ്പ്. വലിയ കല്ലുകൾ ഒലിച്ചിറങ്ങി വന്ന വഴിയാണ്. റോഡൊക്കെ പൊട്ടി തകർന്ന് കിടക്കുകയാണ്. പകുതി ഭാഗം മണ്ണോടുകൂടി ഒലിച്ചു പോയിട്ടുണ്ട്. ഇന്ന് മഴയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് കുറവാണ്. ഈ ഭാഗമൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. ഈ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയതാണ്. ഇപ്പോൾ അവരൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് കാണാം നമുക്ക്. അതിലൊക്കെ വെള്ളം കയറി. വിലങ്ങാട് ആൽബർട്ട് ചേട്ടൻ്റെ വീട്ടിലാണ് ഇപ്പോഴുള്ളത്. ശരിക്കും ഈ വീട്ടിൻ്റെ പകുതിയോളം മുകളിൽ വെള്ളം കയറിയതാണ്. നമുക്ക് ആൽബർട്ട് ചേട്ടൻ്റെ സംസാരം കേൾക്കാം. ഞങ്ങളിവിടെ എൻ്റെ ഇവിടെ പപ്പായും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പുറത്തായിരുന്നു, ജോലി സ്ഥലത്തായിരുന്നു. അന്ന് രാത്രിയിൽ ഒരു 12:30-1 മണിയോടുകൂടി വിലങ്ങാടിൻ്റെ പല ഭാഗങ്ങളിൽ ഉരുൾ പൊട്ടുകയും ഒത്തിരി ഭയങ്കരമായ രീതിയിൽ മലവെള്ളം ഒലിച്ചു വരുന്നു. പക്ഷേ മുകളിലുള്ള ആൾക്കാർ വിജിലൻ്റായിട്ട് ഓൾറെഡി നമ്മളെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഇങ്ങോട്ട് ഭയങ്കരമായ വെള്ളം വരുന്നുണ്ട്. അപ്പം പപ്പായുടെ മമ്മിയോടൊക്കെ വിളിച്ചു പറഞ്ഞ് അവർ മുറ്റത്തിറങ്ങിയപ്പം മുറ്റത്തൊക്കെ വെള്ളം വന്നു. അവർ മുറ്റത്ത് ഓടി അപ്പുറത്തെ വീട്ടിൽ വരെ ചെന്നു. അപ്പുറത്തെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും നടക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം വന്നു. അവർ ടെറസിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. രാവിലെ വരെ ടെറസിൽ നിൽക്കുകയായിരുന്നു. എനിക്ക് രാത്രി 12:30 ആയപ്പോഴത്തേനും മോളുടെ വീട്ടിൽ നിന്നും വിളിച്ചു പറഞ്ഞു, പുഴയെ ഭയങ്കരമായിട്ട് വെള്ളം കൂടുന്നുണ്ട്, ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ ലൈറ്റും എടുത്ത് പുറത്തിറങ്ങി പുഴയിലേക്ക് ലൈറ്റ് തെളിച്ച് നോക്കുമ്പോൾ വെള്ളം വീടിൻ്റെ മുറ്റത്തെത്താറായി. വേഗം ഭാര്യയും വെളിച്ചം നടത്തി വീടും പൂട്ടി ഇറങ്ങിയപ്പോഴത്തേനും നടക്കല്ലേ വെള്ളം വന്നു. അപ്പോൾ സൈഡിൽ കൂടെ ഓടി അടുത്ത വീട്ടുകാരനെ ഫോൺ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല. അവർ ഉറക്കമായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേനും അവരേറ്റു. അവരുടെ വരാന്തയിൽ കയറി കാര്യം പറഞ്ഞപ്പോഴത്തേനും പെരയ്ക്കകത്തേക്ക് വെള്ളം വന്നു. അപ്പോൾ ഞങ്ങൾ ടെറസിന് മുകളിൽ കയറി. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ഞാനും ഭാര്യയും അടുത്ത വീട്ടിലെ ജോൺസൻ്റെ ഭാര്യയും മകനും ടെറസിൻ്റെ മുകളിൽ കയറി നിന്നു. 1 മണി ആയപ്പോഴത്തേനും വെള്ളം വീടിനകത്ത് ഡൈനിങ് ടേബിൾ മൂടി വെള്ളം വന്നു. അപ്പം എനിക്ക് ഇവിടെ
തടികൾ വന്ന് കതകനിട്ടിടിച്ച് ലോക്ക് പൊട്ടിപ്പോയി. അപ്പോൾ തടിക്കഷണങ്ങളെല്ലാം അകത്തേക്ക് കയറി ഉണ്ടായിരുന്ന മുഴുവൻ ചെളിയും മണ്ണും നിറഞ്ഞു പോയി. അലമാരകളുള്ള ഡ്രസ്സിരുന്ന അലമാരകളെല്ലാം മറിഞ്ഞു ചാടി വെള്ളത്തിൻ്റെ ഇതുകൊണ്ട്. കട്ടിലുകൾ എല്ലാം പൊളിഞ്ഞു പോയി. വസ്ത്രങ്ങൾ കംപ്ലീറ്റ് പോയി. ഒരുപാട് നഷ്ടമുണ്ടായി. ഇവരൊക്കെ വീട് ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണ്. ഈ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഭീകരത നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ തോടുകൾ പോലും വലിയ സംഹാര രുദ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത് കാണാൻ പറ്റുന്നത് നമുക്ക് കണ്ടില്ലേ. ഒന്ന് ഓർക്കണം, നമ്മൾ ഈ ചെറിയ ഒരു തോടാണ്, ഈ ഒരു കൈത്തോടാണ്. വലിയ പുഴയടുത്ത് നമ്മൾ പോയിട്ടില്ല. കൈത്തോടിലുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കിലാണ് ഇത്രയും പ്രദേശങ്ങളിൽ കുത്തൊഴുക്കിൽ മരങ്ങളൊക്കെ കടപുഴകി വന്ന കാഴ്ചയാണ് ഇതൊക്കെ. റോഡ് സൈഡിലൊക്കെ നിറയെ മരങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. ഇതൊക്കെ ഒഴുകി വന്നതാണ്. ഈ ചെറിയ പുഴയാണ് സംഹാരരുദ്രയായിട്ട് വന്നിട്ട് ഈ പാലമൊക്കെ തകർത്തിരിക്കുന്നത്. നമുക്ക് കാണാം ഇവിടുന്ന് വലിയൊരു പാലത്തിൻ്റെ തൂണുകളൊക്കെ ഇടിച്ച് നിരത്തിയിട്ട് ശക്തമായിട്ട് ഒഴുകിപ്പോയി. ഇപ്പോൾ ശാന്തമായിട്ട് ഒഴുകുന്നതാണെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് ഇതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. ഏത് സമയത്തും ഇടിഞ്ഞ് അങ്ങോട്ടേക്ക് തന്നെ വീഴാൻ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിനകത്തേക്ക് അടുത്തേക്ക് ആൾക്കാരെ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്പെഷ്യൽ പെർമിഷനോട് കൂടി തന്നെ വന്നിരിക്കുകയാണ്. രണ്ട് ഭാഗത്തുനിന്നുള്ള പുഴയാണ്. ഈ രണ്ട് ഭാഗത്തുള്ള പുഴ ഒരുമിച്ചുകൊണ്ടാണ് ഒറ്റ പുഴയായിട്ട് റോഡും പാലങ്ങളെയൊക്കെ വിഴുങ്ങിക്കൊണ്ടുള്ള സംഹാരമായിട്ടുള്ള ഒരു കുത്തൊഴുക്കായിരുന്നു ഉണ്ടായിരുന്നത്. കല്ലാച്ചി, വാണിമേൽ, ഭൂമിവാതിക്കൽ, പുതുക്കയം എന്നീ ഭാഗങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലമാണ് തകർന്നിരിക്കുന്നത്. ഏത് സമയത്തും ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഒരു പാലമാണ്. KSEBിൻ്റെ ഓഫീസേഴ്സൊക്കെ അവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ശാന്തമാണെങ്കിലും മഴയുടെ രൗദ്രഭാവത്തിൽ ഈ ഒരു ചെറിയ തോട് അതിശക്തമായ ഒഴുക്കിലൂടെ ഉരുൾപൊട്ടി വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു ദുരന്തം നമുക്ക് വിലങ്ങാട് മേഖലയിൽ കാണാൻ പറ്റിയത്. മഴവെള്ളത്തിൻ്റെ കുത്തിയൊഴുക്ക് നമുക്കിവിടെ അറിയാൻ പറ്റും. ഇത് മഴയില്ലാത്തൊരു സമയത്താണ്. മലയിൽ ഏതെങ്കിലും സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ മഴയില്ലെങ്കിൽ പോലും അതിശക്തമായ ഒഴുക്കിനെ ഇവിടെ നേരിടേണ്ടതായിട്ട് വരും. വലിയ ശക്തമായ തൂണുകളാണെങ്കിലും ഈ പാലം പോലും അപകടാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം. കടകളിലൊക്കെ വെള്ളം കയറി ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഇവിടേക്ക് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കാണാം എല്ലാം വെള്ളത്തിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു രംഗമാണ്. ഈ ഒരു വർക്ക്ഷോപ്പാണിത്. ഇതിൻ്റെ ഓണറോട് നമുക്ക് സംസാരിക്കാം. ഇത് ഒരു 2 വീലറിൻ്റെ വർക്ക്സും ടയറിൻ്റെ വർക്ക്സും അത് രണ്ടും കൂടി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനമാണ്. അന്ന് രാത്രി
നമ്മളിവിടുന്ന് ഒരു 11 മണിയായി ഇവിടുന്ന് വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ആ സമയത്തൊന്നും നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം ഉണ്ടായ മഴയിലാണ് ഒരു 12:30 കൂടിയാണ് വെള്ളം കയറി തുടങ്ങിയത്. നമ്മൾ വിവരം പറഞ്ഞ് 1 മണിയാകുമ്പോൾ എത്തുമ്പോഴത്തേക്കും ഇങ്ങോട്ടൊന്നും വരത്തില്ല. ആ ഒരു കണ്ടീഷനിലാണ് ഇവിടെ ഉണ്ടായിരുന്നത് മൊത്തം. ഇതിൽ ഏകദേശം സ്പെയർ പാർട്സ് ഒരു 2 ലക്ഷം രൂപയുടെ പാർട്സ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ഈ റൂമിൻ്റെ ഉള്ളിൽ. അതിൻ്റെ പകുതി സാധനങ്ങൾ ഏകദേശം കിട്ടിയിട്ടുള്ളൂ, ബാക്കി സാധനങ്ങളൊക്കെ വെള്ളത്തിൽ പോയി. പിന്നെ നമ്മുടെ മെഷീനറികൾ, ടയർ അഴിക്കുന്ന സാധനങ്ങൾ, അതൊക്കെ 1 ലക്ഷം 1.5 ലക്ഷം രൂപ വിലയുള്ള മെഷീനും ഈ കംപ്രസർ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അത് തൊട്ട് തുടങ്ങി നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മുടെ വർക്കിംഗ് ടൂൾസ് സാധനങ്ങൾ ഇതെല്ലാം ഐറ്റംസും മൊത്തം ചെളിയേറി ഫുള്ളായിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം 8 വാഹനത്തോളം ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിൽ ഒരു വണ്ടി ഇതിനകത്തുനിന്ന് പുറത്ത് ഒലിച്ചു പോയി. ബാക്കി 7 എണ്ണം ഇതിൻ്റെ ഉള്ളിൽ ചെളിക്കകത്ത് പൊതഞ്ഞ് കിട്ടി. ഇതിന് പുറത്ത് ആളുകൾ മറ്റു പല പണിക്കും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കും കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത ഒരു 5 വണ്ടി അത് മൊത്തത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും യാതൊരു വിവരമില്ല. ഇതിനുള്ളിൽ നിന്ന് പോയൊരു വണ്ടി നമുക്ക് താഴെ പെട്രോൾ പമ്പിൻ്റെ സമീപത്ത് കിട്ടിയിട്ടുണ്ട്. ഹായ്, വിലങ്ങാട് മഞ്ഞക്കുന്ന് എന്ന സ്ഥലത്താണുള്ളത്. ഇവിടെയാണ് ഉരുൾപൊട്ടൽ സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ണൂരിൽ നിന്ന് വരുന്നവരാണ്. ഇതൊക്കെ കണ്ണൂരിൽ നിന്ന് വരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാരാണ്. നമ്മുടെ ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും യൂത്ത് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ? വളരെയധികം സന്തോഷമുണ്ട്. ഉരുൾപൊട്ടിയതാണോ സന്തോഷം? അല്ല, ഓക്കെ. ആ രക്ഷാപ്രവർത്തനം മാത്രമല്ല, അവർ ക്ലീൻ ചെയ്തിരിക്കുകയാണ്. കാണാം നമുക്ക് അവരുടെ കൈകളിലൊക്കെ അഴുക്കും. അമ്പലം ക്ലീൻ ആയിട്ട് വരുന്നു. അതെ, അതായത് അമ്പലത്തിന്റെ ഫുൾ ചളി. അവർ ഒരു അമ്പലം ക്ലീൻ ചെയ്തിട്ട് വരുവാണ്. ഇപ്പോൾ ഇവിടെയുള്ള വീടുകളൊക്കെ ഇവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ 100ഓളം ആൾക്കാരുണ്ട്. കുറച്ചാളെ കണ്ടു. പുത്തോർമട്ടിയിൽ താഴെയുണ്ട്. ധർമ്മടം നിയോജകമണ്ടല്ലോ. താങ്ക് യു. ദുരിതമുഖത്ത് നമ്മൾ മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ പ്രവർത്തിക്കും. അതാണ് ഈ കേരളം. അവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കാറില്ല, മതം നോക്കാറില്ല. കേരളം ഒറ്റക്കെട്ടാണ്. ഉരുൾപൊട്ടി വന്ന വഴിയിലുള്ള എല്ലാ മരങ്ങളെയൊക്കെ കടപുഴക്കിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഇത് റോഡിൻ്റെ സൈഡിൽ നിൽക്കുവാണ്. ഈ സ്ഥലത്ത് പോലും നിൽക്കുമ്പോൾ തന്നെ ഇടിഞ്ഞ് പോകാൻ ഒരു സാധ്യതയുള്ള ഏരിയയാണ്. നമുക്ക് കാണാം, മണ്ണൊക്കെ ഒരു പ്രത്യേകതരം മണ്ണാണ്. ഉള്ളിൽ ഒരു പൊടി പോലുള്ള ഒരു മണ്ണാണ്. ഇവിടെ വലിയ പാറക്കെട്ടുകളുണ്ട്. ഇതൊക്കെ കുത്തി ഒലിച്ചിട്ടാണ് ഈ ഒരു പുഴയിലൂടെ നമുക്ക് കാണാം ഒഴുകി വന്നത്. ഏകദേശം 14 വീടുകൾ പൂർണ്ണമായിട്ടും, അത്ര തന്നെ വീടുകൾ ഭാഗികമായിട്ടും തകർന്നിട്ടുണ്ട് ഈ ഒരു മലവെള്ളപ്പാച്ചിലിൽ, ഈ ഒരു ഉരുൾപൊട്ടലിൽ. കൂടാതെ ഒരു മരണവും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്യു മാഷ് മരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, വയനാട് ഒരു സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് വയനാട് സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് അതിന് തുല്യമായിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കുറച്ച് മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയത് കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം നമുക്ക് വിലങ്ങാട് എന്നുള്ള ഈ ഒരു സ്ഥലത്ത് ഇല്ലാതായിപ്പോയത്. ഇപ്പോൾ നമ്മൾ വിലങ്ങാട് സെൻറ്റ് ജോർജ് ചർച്ചിലാണുള്ളത്. അപ്പോൾ സെൻറ്റ് ജോർജ് ചർച്ചിലെ ഫാദർ പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ഫാദറിനോട് ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കാം. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഇതാണ് വിലങ്ങാട് സെൻറ്റ് ജോർജ് ചർച്ച്. ഇത് വിലങ്ങാട് സെൻറ്റ് ജോർജ് പള്ളിയിലെ ഫാദറാണ്. ഞാനിപ്പോൾ വരുന്ന വഴിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ജനങ്ങൾ പരാമർശിക്കുകയുണ്ടായി. അത്രയും പ്രശംസനീയമായ ഒരു കാര്യമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. സ്വന്തം ശരീരം പോലും നോക്കാതെ ഏത് പാതിരാത്രിയിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിന് എന്താണ് ഈ പ്രാവശ്യത്തെ ഈ ഉരുൾപൊട്ടലിന് കാരണങ്ങളും അതിൻ്റെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരാം. എൻ്റെ പേര് ഫാദർ വിൽസൺ. ഞാൻ സെൻറ്റ് ജോർജ് ഫൊറോന പള്ളിയിലെ വികാരിച്ചനാണ്. ഇവിടെ 2018 ഉരുൾപൊട്ടലിൽ അന്ന് ഈ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ ക്രമീകരിക്കാനൊക്കെ ആയിട്ട് ഒരു എമർജൻസി ടീമുണ്ട്. ഈ എമർജൻസി ടീം എന്നെ ഏകദേശം രാത്രി 12:45 ഈ വിവരം അറിയിക്കുകയും 12:50 ഞാൻ വെള്ളങ്ങാട് അങ്ങാടിയിൽ കടന്ന് ചെല്ലുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ അതിഭീകരമായിരുന്നു. റോഡിൽ കൂടെ വെള്ളം മറിഞ്ഞൊഴുകുകയും അങ്ങാടിയിൽ താമസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ
വിഷമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളവിടെ കടന്നു ചെല്ലുക. ഏതാണ്ട് രാത്രി 1 മണിയോടുകൂടി തന്നെ ഞങ്ങൾ ആദ്യത്തെ ക്യാമ്പ് പള്ളിയുടെ പാരിഷ് ഹോളിൽ ഞങ്ങൾ ആരംഭിക്കുകയും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും എല്ലാം ഞങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ഞങ്ങളിവിടെ ചെയ്യാൻ സാധിക്കുന്ന എമർജൻസി ടീമിലെ ശക്തരായിട്ടുള്ള പ്രവർത്തകരോടൊപ്പം തന്നെ ഞങ്ങൾ പ്രാഥമികമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. തുടർന്ന് മഞ്ഞച്ചീളി എന്ന് പറയുന്ന ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയും അവിടെ ഒരു വീട്ടിൽ കുടുങ്ങിക്കിടന്നിരുന്ന പ്രായം ചെയ്യുന്ന ഒരു വല്യപ്പച്ചനെ ഞങ്ങൾ സുരക്ഷിത മേഖലയിലേക്ക് പിന്നീട് മാറ്റുകയുമാണ് ഞങ്ങൾ ചെയ്തത്. തുടർന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങളിവിടെ ശക്തമായിട്ട് തന്നെ പ്രാദേശികമായിട്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഈ നാട്ടുകാരെല്ലാവരും ഒരേ മനസ്സോടെ ഒരു ഹൃദയത്തോടെ ഒരേ കാഴ്ചപ്പാടോടുകൂടി ഈ നാടിനു വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്ര ഭംഗിയായിട്ട് ഇത്രയും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ കാര്യമായിട്ട് ഫങ്ഷൻ ചെയ്യുവാനും അതിന് നല്ലൊരു ഫലം ലഭിക്കുവാനായിട്ട് ഇടവന്നത്. ഇപ്പോൾ എൻ്റെ വലത് സൈഡിൽ നിൽക്കുന്ന മിസ്റ്റർ ബിജു ആണ്, KSCBയിലൊരു വർക്കറാണ്. ഇവിടെ ഏകദേശം എല്ലാ ഇലക്ട്രിക് പോസ്റ്റുകളും നശിച്ചു പോയിരുന്നു. ഈ ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഈ വരുന്ന ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്കെങ്കിലും നമുക്കിവിടെ കറണ്ട് ലഭിക്കാനായിട്ട് സാധ്യതയില്ല എന്നുള്ളൊരു വലിയൊരു വിശ്വാസത്തിലായിരുന്നു. ഞങ്ങളൊക്കെ വളരെ വിഷമത്തിലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ടീം വരികയും തുടർന്ന് ഇവിടുത്തെ KSCBയിലെ വടകര ഡിവിഷനിലുള്ള എൻജിനീയർമാരുടെയും നാദാപുരം ഉള്ള എൻജിനീയർമാരുടെയൊക്കെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് 2ാമത്തെ ദിവസം കൊണ്ട് ഈ പ്രദേശത്ത് ഏകദേശം ഒരു 80% സ്ഥലത്ത് കറണ്ട് ലഭിക്കുകയുണ്ടായി. ഇന്ന് ഏകദേശം എല്ലാ വീടുകളിലും തന്നെ 6ാമത്തെ ദിവസമാണ് ഇന്ന്. എല്ലാ വീടുകളിൽ തന്നെ കറണ്ട് എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുതന്നെ KSCBക്ക് എല്ലാവർക്കും, നമ്മൾ KSCBനെ ഒത്തിരി വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യാറുണ്ട് എങ്കിലും ഒരു വികാരിച്ചനെന്ന നിലയിൽ ഇവിടുത്തെ ജനതകളെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി നിലയിൽ ഞാനിവിടെ ആഗ്രഹിക്കുക, ഈ KSCBനെ അങ്ങേയറ്റം പ്രശംസിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രശംസകൾ ഈ ജനത്തെ പ്രതിദാനം ചെയ്തുകൊണ്ട് തന്നെ ഞാനിവരെ അറിയിക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല ഞങ്ങൾക്ക് ഇവിടെ ഒരു പാരിഷ് ഹോളിൽ ഞങ്ങളൊരു കിച്ചണും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ സേവനത്തിനായി കടന്നു വരുന്ന വോളണ്ടിയേഴ്സിന്, ജോലിക്കാർക്ക്, അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഏകദേശം ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം ഒരു 100-150 ആൾക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയും ഉച്ചയ്ക്ക് 400-നടുത്ത ആൾക്കാർക്ക് നല്ലൊരു വെജിറ്റേറിയൻ ഭക്ഷണം ഒരുക്കി കൊടുക്കുവാനും ആദ്യത്തെ 1-2 ദിവസം വൈകുന്നേരം ചായയും കാപ്പിയും എല്ലാം കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതിന് പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ ഈ ഇടവയിലുള്ള അമ്മമാർ എല്ലാവരും ശക്തമായി സംഘടിക്കുകയും അവരുടെ ശക്തമായ ഒരു കൂട്ടായ്മയിലൂടെ ഇവിടെ പാരിഷ് ട്രസ്റ്റിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ ദാരുണമായിട്ടുള്ള ദുരന്തത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇനിയും ഞങ്ങളോടൊപ്പം നിങ്ങൾ വേണം. നമ്മളെല്ലാവരും ഒന്നാണ്. നിങ്ങളുടെ വലിയ ശക്തമായിട്ടുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനം നശിച്ച് പോയ ഒരു നിമിഷം കൊണ്ട് ഒരു ആയുസ്സിൻ്റെ ശക്തമായ കഷ്ടപ്പാടിൻ്റെ ഫലങ്ങൾ ഒരു നിമിഷം തകർന്നു പോയ ഈ നാടിനെ പുനരുദ്ധരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കൊന്നിച്ച് കൈകോർക്കാം വിലങ്ങാടിൻ്റെ സമഗ്ര വികസനത്തിനായി. ഒത്തിരി നന്ദിയോടുകൂടി ഫാദർ വിൽസൺ മുട്ടത്തുകുന്നേൽ, വികാരി, സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ച്, വിലങ്ങാട്. ഹായ്, ഇത് മുഹമ്മദ് ഷാഫിയുടെ നേതൃത്വത്തിൽ വിലങ്ങാട് ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്കുള്ള കിറ്റുകളാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, ഇത് 1500ഓളം കിറ്റുകൾ മുഹമ്മദ് ഷാഫി ഇവിടത്തേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അത് വിവിധ സ്ഥലങ്ങളിലേക്കുള്ള സപ്ലൈ ആണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ്, ഇത് വിലങ്ങാട് സെൻറ്റ് ജോർജ് ചർച്ചിൻ്റെ പാരിഷ് ഹാളാണ്. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഭക്ഷണം തയ്യാറാക്കുന്നതും അത് കൊടുക്കുന്നതൊക്കെ ഈ ഒരു മാനേജ്മെൻറ്റ് കീഴിലാണ്. നമുക്ക് ഇവരോട് സംസാരിക്കാം, ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. വളരെ അഭിനന്ദനകരമായ ഒരു പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ സെൻറ്റ് ജോർജ് പള്ളിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നമുക്ക് കാണാം, ഇവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഇത് ഇവിടെയുള്ള അമ്മമാരെയും അതുപോലുള്ള ഇവിടെയുള്ള ആൾക്കാർക്ക് സൗജന്യമായിട്ട് സപ്ലൈ ചെയ്യുന്നതാണ്. ഇവരൊക്കെയാണ് ഈ ഒരു അഭിനന്ദനീയമായ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത്.
പുറത്തെന്ന് പറയുമ്പോൾ വെലങ്ങാട് സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ചിൻ്റെ കീഴിലുള്ള പാരിഷ് ഹാളാണിത്. ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇവിടെ വരുന്ന ക്ലീനാക്കാനും മറ്റു കാര്യങ്ങൾക്കായി വരുന്ന ഉദ്യോഗസ്ഥന്മാർ, പുറത്തുനിന്ന് വരുന്ന സന്നദ്ധ സംഘടനകൾ, ഇവർക്കെല്ലാം നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ മാതൃവേദിയുടെ നേതൃത്വത്തിലാണ്, സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ 50-ഓളം അമ്മമാർ വന്ന് ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. എല്ലാ ദിവസവും ഏകദേശം ഒരു 500ഓളം ആൾക്കാർ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. എറണാകുളം, ചങ്ങനാശ്ശേരി ആ ഭാഗത്തു നിന്നൊക്കെ യൂത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് പേര് വന്ന് ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. പിന്നെ ആദ്യത്തെ ദിവസം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നമ്മൾ തന്നെ പൈസ കണ്ടെത്തി വാങ്ങുമായിരുന്നു. പിന്നെ നമ്മൾ സന്നദ്ധ സംഘടനകളൊക്കെ സാധനങ്ങളൊക്കെ എത്തിച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നു. പിന്നെ കൂടുതലും ഭക്ഷണത്തിനായിട്ട് വരുന്നത് കൂടുതലും പുറത്തുനിന്ന് വരുന്ന, നമ്മളെ സഹായിക്കാനായി ക്ലീനിങ് കാര്യത്തിനൊക്കെ വരുന്ന യൂത്ത്, മറ്റ് സംഘടനകളൊക്കെയാണ് വരുന്നത്. അവർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ ഇവിടെ കടകളൊന്നുമില്ല. അപ്പം അങ്ങനെ വരുന്നവരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. കടകളിൽ കറണ്ടില്ല. കടകളെല്ലാം ഒരു വശം, ഈ ഒരു ഭാഗം മൊത്തം കടകൾ പോയി, തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മൊത്തം ചെളി മണ്ണെല്ലാം കയറി കിടക്കുകയാണ്. പിന്നെ വഴി പോയി. പിന്നെ ഞങ്ങളുടെ കൊറോണ വികാരി വിൻസെൻറ്റ് മുട്ടത്തൂന്നൽ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടത്തുന്നത്. വിലങ്ങാട് സെൻറ്റ് ജോർജ് ചർച്ചിൻ്റെ പാരിഷ് ഹാൾ സെക്രട്ടറിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. 30-ാം തീയതി രാത്രി ഒരു 11:30യോടെയാണ് വിവരം ഇവിടെ എല്ലാവരും അറിയുന്നത്. ഉടൻ തന്നെ ഈ പള്ളിയിലെ വികാരിയച്ഛൻ വിൽസനച്ഛൻ ഈ വിവരങ്ങൾ മുഴുവനും അറിയുകയും ഉടൻ തന്നെ അദ്ദേഹം ഉറങ്ങാൻ കിടന്നതുകൊണ്ടായിരുന്നുള്ളൂ ഇറങ്ങി സംഭവ സ്ഥലത്തേക്ക് കുതിക്കുകയും എല്ലാ സ്ഥലത്തും അദ്ദേഹം വിലങ്ങാട് ഇടവക്കാരോടൊപ്പം ഓടിയെത്തുകയും ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുകയും ആവശ്യമായ എല്ലാ സഹകരണങ്ങളും സഹായ സഹകരണങ്ങളെല്ലാം അദ്ദേഹം നോക്കിയും കണ്ടും എല്ലാം ഉറപ്പുവരുത്തി. അതോടൊപ്പം തന്നെ നാട്ടുകാർക്ക് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും അച്ഛൻ മുന്നോട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഊണും ഉറക്കവും ഇല്ലാതെ വികാരിയച്ഛൻ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്നു. എല്ലാവരും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇവിടെ ആവശ്യമായ ക്ലീനിങ് നടത്തുന്നവർക്കും അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്ക് മുഴുവനും എല്ലാവർക്കും ഭക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് 4 ദിവസം അച്ഛൻ ഈ ഇടവക്കാരെ, കൈക്കാരന്മാരെയും മറ്റ് കമ്മിറ്റിക്കാരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ഇവിടെ വന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുകയും ആശ്വാസമേകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ഷാഫി പറമ്പിലൂടെ വരുന്നത് പ്രമാണിച്ച് കിറ്റ് വിതരണത്തോടനുബന്ധിച്ച് അച്ഛൻ അതിനുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ഇറങ്ങിയപ്പോൾ സൈക്കിളിൽ നിന്നും അദ്ദേഹം തെന്നി വീഴുകയും പരിക്ക് പറ്റുകയും ചെയ്യും. എങ്കിലും ആശുപത്രിയിൽ നിന്ന് ഡ്രസ്സ് ചെയ്ത് ഉടനെ അദ്ദേഹം വീണ്ടും സംഭവ സ്ഥലത്തേക്ക് പോവുകയും ഇപ്പം കിറ്റ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഏകോപിപ്പിച്ച് കോർഡിനേഷൻ നടത്തി ആൾക്കാർക്ക് എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ, എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഈ കിറ്റ് കിട്ടത്തക്ക രീതിയിൽ അച്ഛൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും വെലങ്ങാട് പ്രദേശത്തിനും ഉരുൾപൊട്ടിയ ആ പ്രദേശത്തുള്ളവർക്കെല്ലാം അച്ഛൻ്റെ കാരുണ്യപ്രവർത്തനവും എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതിൽ നല്ലൊരു കാര്യമാണ്. ഹായ്, വയനാട്ടിനെ അപേക്ഷിച്ചിട്ട് വിലങ്ങാട് മാധ്യമ ശ്രദ്ധ വളരെ കുറവാണ്. മാധ്യമശ്രദ്ധയും പൊതുജനശ്രദ്ധയൊക്കെ കുറവാണ്. ഇത്രയും വലിയൊരു അപകടം അവിടെ നടന്നിട്ടും വേണ്ടത്ര രീതിയിലുള്ള ശ്രദ്ധ അതുപോലെ സഹായങ്ങളൊന്നും അവിടെ ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിച്ചിട്ട് എത്രയും പെട്ടെന്ന് വിലങ്ങാട് ഒരുപാട് സഹായങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും ക്ലിയറായി കൊടുക്കാൻ നമ്മളെക്കൊണ്ടാവുന്നതൊക്കെ ചെയ്യാം. എല്ലാവർക്കും നല്ല ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.